സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ. എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം. എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം. നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി കാത്തു നിൽപ്പു. എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. എടാ ഞാൻ പറയുന്ന കേൾടാ, അത് തമാശയായിരുന്നു. ഓ സാറാ, തമാശ അല്ലേടി, തമാശ അല്ലേടി. എടി പന്നെ പറട്ടെ, നീ കാരണം അവൻ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് ഇവിടെ വരെ പറഞ്ഞു. ഇതാണല്ലോ ഈനാമ്പച്ചിക്ക് പരിണാമം സംഭവിച്ചോ നിന്റെ തമാശ. നിന്റെ ഇത് എന്തോന്നടാ ഇത്? ഇതിനാണോ നീ ഫ്ലൈറ്റ് പിടിച്ച് ലണ്ടൻ വരെ വന്നത്? ഇത്തിരിയൊക്കെ പക്വത കാണിയറാ. എന്റെ ദൈവമേ, ഏത് നേരത്താണോ ഈ പാഞ്ചാലനിലൂടെ എനിക്ക് കയറി വരാൻ തോന്നിയത്? എടാ, നീ എന്തിനാ ഇവിടെ വന്നേന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ടോ? എവളോട് അടിയുണ്ടാക്കാനാണോ വന്നേ? അല്ല, പക്ഷേ ഇവളോട് ഞാൻ ഇവിടെ തന്നെ നിൽക്കാനും നാട്ടിലോട്ട് പോകരുതെന്നും പറഞ്ഞ എന്തിനാണെന്നറിയോ? ഇവക്കിട്ട് ഇതുപോലെ 2 എണ്ണം കൊടുക്കാനും. ഇവൾ ഒറ്റൊരുത്തി കാരണം എൻ്റെ കുടുംബജീവിതം ഇപ്പം നടുവഴിയില്ല. അവളൊരു അമ്മൂമ്മയുടെ പ്രാങ്ക് ഇടിച്ച് കയറ്റി വെച്ചു. നീ എന്തൊക്കെ കണവണയാ പറഞ്ഞേ? നീ ഇത് കഥ പറഞ്ഞെന്നൊക്കെ ഞാൻ കേട്ടല്ലോ. പറടി. അതും എൻ്റെ ചെവിയിലെത്തിപ്പെടുത്തു സാമഗ്രികൾ. എടാ, അത് പിന്നെ അത്രയും പറഞ്ഞപ്പോ ആ ഒരു പഞ്ചിലങ്ങ് വന്നു പോയതാ. ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞൊന്നുമല്ല. നീ ഇങ്ങനെ എന്നെ കിടന്ന് തല്ലിയാ ഞാനും തല്ലും. ഇപ്പൊ കിട്ടിയല്ലോ. എടാ, ഞാൻ പറയുന്നത് കേക്ക്. ഞാനൊന്ന് അവനെ ഞാനവിടെ ഉണ്ടെന്ന്, അതായത് ഒരു പെൺകുട്ടിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ടും ഒന്നിനെ സ്നേഹിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ഡോസ് കൊടുക്കാൻ തോന്നി. അത്രേ ഉള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. പിന്നെ നിന്നോട് ചോദിച്ചപ്പോൾ നീ എന്തിനാ നോക്കിയാ പറഞ്ഞത്? ആടി എരപ്പേ, ഇനി എന്നെ പറ. അവളെ ഒരമ്മൂമ്മയുടെ എന്നെ കൊണ്ടൊന്നും നീ പറയിപ്പിക്കരുത്. നിന്റെ തൊണ്ടവിടെ ഉണ്ടല്ലോ അല്ലേ? ചോദിച്ചെന്ന് പറഞ്ഞേ. അല്ല പിന്നെ അവളൊരമ്മൂമ്മയുടെ ഓക്കയും
അവളെ അമ്മമ്മയുടെ ഒരു പഞ്ചും ആ പഞ്ചിലങ്ങ് പറഞ്ഞു തന്നു. നീ കേട്ടില്ലേ? ഇവിടെ ഞാൻ മിക്കവാറും ഉണ്ടല്ലോ ഇവിടത്തെ ഏതെങ്കിലും വലിയ പാലത്തിൽ നിർത്ത് താഴെ ഇടും. ഞാൻ ബേച്ചി എൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചിട്ട് ഞാനിനി അവൻ്റെ കോല് പിടിക്കണം പോലും. നിനക്കറിയോ? ഓ പിന്നെ നീ എന്തിനാ അവന്റെ കാല് പിടിക്കുന്നേ? ആ അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും പെണ്ണ് വിളിച്ച് സാറയാന്നും പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രമുള്ള സ്നേഹമൊക്കെ അവന് നിന്നോടുണ്ടായിരുന്നോളോ? അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുണ്ട്, അവനെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നെ അവൻ എന്തിനാ ഒന്നും മിണ്ടാണ്ട് ഇറങ്ങി പോയത്? പോയിട്ടെന്താ അവൻ നേരെ ഫ്ലൈറ്റും പിടിച്ച് ഇങ്ങോട്ട് തന്നെ വന്നേ? എന്തിനാ നിന്നെ കളഞ്ഞിട്ട്? നിന്നോട് ചോദിച്ചത് ക്ലിയർ ചെയ്യണമായിരുന്നു, എന്നിട്ട് അവൻ അത് ചെയ്തില്ലല്ലോ. അപ്പൊ പിന്നെ അവൻ അത്രയൊക്കെ ഉള്ളു ആത്മാർത്ഥത, അങ്ങനെ അങ്ങ് വിചാരിച്ചാ മതി. അങ്ങനെ നീ പറയരുത് സാറാ, അതൊക്കെ മനുഷ്യരുടെ ഓരോരോ സിറ്റുവേഷൻസ് ആണ്, ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പോ അവന്റെ സ്ഥാനത്ത് നീ ആയിരുന്നു എന്ന് വിചാരിക്കേ. ശ്രീകുട്ടിയുടെ ഫിയാൻസി ആയിട്ടുള്ള ഞാൻ നിന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അന്നേ വരെ കുറച്ച് തൊട്ട് മുമ്പോലെ സ്നേഹിച്ച് സംസാരിച്ച അവൻ പറഞ്ഞതൊക്കെ നമ്മളൊരു സെക്കൻഡ് അങ്ങ് മറക്കും. എന്നിട്ട് എന്ത് ചെയ്യാ? ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞതൊക്കെ നീ ഒന്ന് വിശ്വസിക്കും. ഇത് തന്നെ അവിടെ അവനും ചെയ്തത്. അതുകൊണ്ട് തൃശ്ശൂരെ ഞാൻ കുറ്റം പറയത്തില്ല. അതുകൊണ്ട് ആ ഡയലോഗ് നീ അങ്ങ് മാറ്റി വെച്ചേക്ക്. അതിന് ഞങ്ങൾ രണ്ടുപേരും വീഴുമെന്ന് വിചാരിക്കണ്ട. നീ ചെയ്തത് തെറ്റ് തന്നെയാ പൊന്നുമോളെ. അതുകൊണ്ട് ഈ പ്രശ്നം നീ തന്നെ പരിഹരിക്കും. അങ്ങനെയല്ലടാ പക്ഷേ? അതത്രേ ഉള്ളല്ലോ. അതിനാണല്ലോ ഞാൻ അവൾ വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് പോവാൻ സമ്മതിക്കാതെ ഇവിടെ തന്നെ പിടിച്ച് നിർത്തിയത്. നീ എന്താടി വിചാരിച്ചത്? നിന്നെ പൂട്ടി ഞാൻ പൂജിക്കുന്നു? നീ ചെയ്തത് തെറ്റി. അതുകൊണ്ട് തന്നെ നീ ഇതിന് പരിഹാരം കണ്ടിട്ട് പോയാൽ മതി. ഇതേ എങ്ങനെയാ ഏത് രീതിയിലാ ഒന്നും എനിക്കറിയണ്ട. എനിക്ക് തൃശ്ശൂരെ കണ്ടേ പറ്റൂ. ഇപ്പം നീ പറയും അവളുടെ വീട്ടിൻ്റെ മതിൽ ചാടാണ്. നടക്കത്തില്ല, ഞാനതൊന്നും ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് തൃശ്ശൂരെ കാണണം. ഐഡിയ ഞങ്ങൾ പറയും, നീ ചെയ്യും. നീ ചെയ്തില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കൂടി. അല്ലെങ്കിൽ നീ എൻ്റെ സ്വഭാവം അറിയും. ഞാനെന്തോ ചെയ്യാൻ? എടാ മുസു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒന്നുമില്ലെങ്കിലും ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മളൊക്കെ ഫ്രണ്ട്സാ. എടാ അവളെ തന്ത ഓക്കെ ശ്രീകുട്ടിയുടെ, പക്ഷെ അവളെ തള്ള ഉണ്ടല്ലോ അതൊരു പൂതനാടാ. ആ പെൺപിള്ളേരെ കണ്ണിലാകണ പെട്ടോണ്ടല്ലോ കുന്നുകളയും. അല്ലെങ്കിൽ ആ പെൺപിള്ളേക്ക് എന്നെയും ശ്രീകുട്ടീനെയും വെച്ച് നല്ല ഡൗട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കറങ്ങുന്നതും ഇങ്ങനെ ഒട്ടൊരുമി ഇരിക്കുന്നതൊക്കെ കാണുമ്പോൾ ആ പെൺപിള്ളേക്ക് നല്ല ഡൗട്ടുണ്ട്. അവളോട് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് തന്നെ അല്ലേന്ന്. എടാ ഞാനെങ്ങാനും വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അത് മുട്ട സീനാവും. മറ്റേ അവസാനം ഞങ്ങളുടെ റിലേഷൻ കൂടെ പൊട്ടിപ്പോവും. എനിക്കൊന്നും പറ്റത്തില്ല. നിങ്ങൾ എന്തൊക്കെ പ്ലാനാ പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ അമ്മതിൽ ആടണമായിരിക്കും അല്ലേ? എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനതൊന്നും ചെയ്യത്തില്ല. എനിക്കവരെ മുമ്പ് ചെല്ലാൻ പോലും പറ്റത്തില്ല. താങ്ക് യു. അപ്പോൾ ആ പെണ്ണുമ്പിള്ളയ്ക്ക് നല്ല ഡൗട്ടുണ്ടല്ലേ? ഇത് മതി. നീ മുമ്പിലും ചെല്ലണ്ട, എവിടെയും ചെല്ലണ്ട. നീയും അവളുമായിട്ടുള്ള കുറേ ഫോട്ടോസ് നീ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ, ഈ കഴിഞ്ഞ ഡേറ്റിനുള്ളത്. അതൊക്കെ പെണ്ണുമ്പിള്ളേരുടെ നമ്പർ ഒപ്പിച്ച് ഞാൻ അയച്ചു കൊടുക്കും അവരുടെ ഫോണിലോട്ട്. അവരുടെ നമ്പർ ഒപ്പിക്കാനൊക്കെ ഈ ഇകാശിന് ഇത്ര ടൈം മതി. അത് നിനക്കറിയാമല്ലോ പൊന്നുമോളെ. അതുകൊണ്ട് നീ കൂടുതൽ വിളച്ചിട്ടെടുക്കല്ലേ. ഇത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എങ്ങനെയാണ് ഏത് രീതിയിലാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയുന്ന പ്ലാൻ ചെയ്യാൻ പറ്റുമോ ഇല്ലേ അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ നീ ഈ പേടിക്കുന്ന കാര്യം ഞാനായിട്ട് എന്നെ അവരെ അണ്ണാക്കിലോട്ട് തിരിക്കി വെച്ചങ്ങ് അറിയിച്ചു കൊടുക്കും. പിന്നല്ല, ദേവന് ഞാൻ സപ്പോർട്ട് നിൽക്കും. നീയേ പണ്ടത്തെ ചൈൽഡ്ഹുഡ് കഥയൊക്കെ അങ്ങ് പെട്ടിയിട്ട് മടക്കി പൂട്ടി വെച്ചിരുന്നാൽ മതി. നീ കാണിച്ച കന്നം തിരിവിന് നീ ഇത്രയെങ്കിലും കാണിക്കണം. ഇത് ഞങ്ങളോട് കൂടെ ഒത്ത് തീരുമാനിച്ച് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാടി. നീ എന്തായാലും ഇതിൽ ഇറങ്ങി കളിച്ചേ പറ്റൂ. നീയായിട്ട് ഉണ്ടാക്കി വെച്ചത് നീയായിട്ട് തീർത്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളതും കൂടെ ഞങ്ങൾ പൊട്ടിച്ച് കൈ തരും. അപ്പൊ രണ്ടും കൂടെ എന്നെ പെട്ടിയിലാക്കാനുള്ള പ്ലാനും കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരുമ്പിട്ടിറങ്ങിയതാണല്ലേ? ഇത് നേരത്താണാവാ നരിന്തിലി ചെറുക്കനെ എനിക്ക് വിളിച്ച് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്. എന്റെ തെറ്റാണല്ലോ, എന്റെ തെറ്റ് തന്നെയാ. നീയൊക്കെ എന്തോ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ പറ കേക്കട്ടെ. എന്നിട്ട് ഞാൻ ആലോചിക്കാം, എനിക്ക് പോകാൻ പറ്റുമോ പറ്റൂലേ, അല്ലെങ്കിൽ ആ പ്ലാൻ ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെ പറ. അയ്യോ, പോകാൻ പറ്റൂലേന്നല്ല. ഇനി ഞങ്ങൾ എന്ത് പറഞ്ഞാലും നീ ചെയ്തേ പറ്റുള്ളൂ സാറേ. കാരണം ഈ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കാരണക്കാരി നീയാ. അതുകൊണ്ട് നീ ഇത് സോൾവ് ചെയ്ത് തരാതെ നീ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. ലണ്ടനാണ്, ഇവിടുന്ന് രക്ഷപ്പെടാം, ഇവന്മാരെന്നെ കണ്ടുപിടിക്കൂല എന്നീ തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി സൈഡിലോട്ട് വെച്ചോ. ലണ്ടനിലും ഈ കാശിനും ഈ നിൽക്കുന്ന മുസാനും ആളുണ്ടെന്ന് നീ മറക്കണ്ട. കേട്ടോടി കുട്ടി പിശാചെ. ഞങ്ങൾ പറയും
നീ കേൾക്കും, നീ അത് ചെയ്യും. മനസ്സിലായോ? ഓ മനസ്സിലായി. പറഞ്ഞു തോല, എന്താ ഞാൻ ചെയ്യണ്ടേ? അങ്ങനെ മര്യാദയ്ക്ക് വാ, പറഞ്ഞുതരാം. നീ ചെയ്യേണ്ട കാര്യം വളരെയധികം സിമ്പിളാണ്. കാര്യം വേറൊന്നുമല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നീ ശ്രീകുട്ടിയെ വിളിക്കുന്നു. ശ്രീകുട്ടി വിളിച്ചിട്ട് പറയുന്നു നീ നാട്ടിലോട്ട് പോയില്ല. ഓൾറെഡി നീ നാട്ടിൽ പോയിന്ന് കള്ളം പറഞ്ഞ് ഞങ്ങൾക്കറിയാം. അതൊന്ന് മാറ്റി പറഞ്ഞാൽ മതി. ഈ കള്ളം പറയുമ്പോൾ ഉണ്ടാകുന്ന വിഷം എന്താണെന്ന് നീ അറിയണമല്ലോ. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ, നീ നാട്ടിൽ പോയില്ല. എന്തെങ്കിലും ഫ്ലൈറ്റ് മിസ്സായെന്നാ അങ്ങനെ വല്ലതും പറഞ്ഞാൽ മതി. എന്നിട്ട് പറയണം ഇന്ന് വൈകുന്നേരം ഒരു പബ്ബിൽ പോവാം, നീ വരാൻ പറയണം. അപ്പം ശ്രീകുട്ടി സ്വാഭാവികമായും പറയും എന്തായാലും എന്നെ ഇവിടെ നടക്കത്തില്ല. കാരണം അവിടെ സ്വാഭാവികമായും 10-15 പേരെ പിടിച്ച് നിർത്തിയിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകുട്ടിയുടെ അച്ഛൻ എന്തായാലും ശ്രീകുട്ടിയെ പോലും അവിടെ നിന്ന് വെളിയിൽ വിടാൻ ചാൻസ് കുറവാണ്. അപ്പം നീ പറയണം അവരോട് മതിൽ ചാടി അവിടെ നിന്ന് ഇറങ്ങാൻ. അവരോട് എന്ന് ഉദ്ദേശിച്ച് വെച്ച് നിനക്ക് മനസ്സിലാക്കാമല്ലോ. കൂടെ തൃശ്ശൂരെയും കൊണ്ടുവരാൻ പറയണം. അതിന് അവനെ കൊണ്ടുവരുന്ന എന്നെങ്ങാനും ശ്രീകുട്ടി ചോദിച്ചാൽ നീ പറയണം അവനിപ്പോൾ ഓക്കെ അല്ലല്ലോ, ഈ കാശിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ആകെ മെസ്സായിട്ടിരിക്കുകയല്ലേ, അവനെ കൂടി കൊണ്ടുപോകാൻ നമുക്കൊന്ന് ആക്റ്റീവാക്കി എടുക്കാം, അവനെ നോക്കിയാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവനെ കൂടി നീ കൊണ്ടുവരണം. ഐ മീൻ വരപ്പിക്കണം. ഏതായാലും തൃശ്ശൂർ പറഞ്ഞ് എനിക്ക് നന്നായിട്ടറിയാം. അവൻ ലണ്ടനിൽ പണ്ട് ഈ ഒറ്റയ്ക്ക് ചാടി പിള്ളേരെ ബർത്ത്ഡേ ഫംഗ്ഷനും ഇതിനൊക്കെ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട് ആരും അറിയാതെ. അതുകൊണ്ട് അവന് മതിൽ ചാടി പോക്ക് നിസ്സാര കാര്യമോ അല്ലെങ്കിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അവൻ എന്തായാലും അത് ചെറിയ കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ അവളെയും കൊണ്ട് എന്തായാലും വരും, അതുറപ്പാണ്. പിന്നെ അവനൊന്ന് ഓക്കെ ആക്കാൻ എൻഗേജ്ഡ് ആക്കാനെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും സമ്മതിക്കും. അതുകൊണ്ട് പൊന്നുമോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. ചെയ്യാൻ പറ്റുമോ? ഈ തൃശ്ശൂർ അവിടെ നിന്ന് ചാടുന്ന കാര്യം എനിക്കും അറിയാമെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അതെന്നോട് ശ്രീകുട്ടി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീകുട്ടി ഇങ്ങനെയൊന്നും ചാടിയിട്ടില്ലല്ലോ. അവൾ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ വരുന്നത്. അവളുടെ ഫസ്റ്റ് ടൈമാണ്. അവൾ സമ്മതിക്കുന്നത് എൻ്റെ ടെൻഷൻ. അതുമല്ലാണ്ട് ഞാൻ അവളോട് കള്ള പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ വലിച്ചു കയറി ഒട്ടിക്കും. നിങ്ങൾക്ക് അവളെ വേറൊരു മുഖം അറിഞ്ഞിട്ടാത്തുണ്ടാവും, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്ലാൻ വേണോ? വേറെ പ്ലാൻ പറ, ഞാൻ ചെയ്യാം. ആഹാ, നിന്നെ അവൾ വലിച്ചീറി ഒട്ടിക്കണമല്ലോ. ഞങ്ങൾക്കും അത് തന്നെയാണ് വേണ്ടത്. മനസ്സിലായോ? ഓ അവളുടെ ഒരു മര്യാദയ്ക്ക് ഈ പ്ലാൻ ചെയ്തോ. ഇതല്ലാതെ നിൻ്റെ ഈ പാട്ട മനസ്സിൽ നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങളവിടെ മതിൽ ചാടി ചെന്ന് അവനെ കൺവീൻസ് ചെയ്തെടുത്തുകൊണ്ട് വരുന്ന പരിപാടി നടക്കത്തില്ല. അതൊക്കെ ഓൾഡ് മോഡലാണ്. അതൊക്കെ കുറേ അംഗക്കളത്തിൽ ഇറക്കിയിട്ടുള്ളതാണ്. ഇനി അത് നടക്കത്തില്ല. പൊന്നുമോള് അവനെയും അവളെയും ആ വീട്ടിൽ നിന്ന് ഇറക്കിയേ പറ്റത്തുള്ളൂ. അവളെ ഇറക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ അവളെ ഇറക്കിയാലേ അവനെ ഇറക്കാൻ പറ്റൂ. അതുകൊണ്ട് നീ ഇറക്കിയേ പറ്റൂ. പോയി മര്യാദയ്ക്ക് നിന്നിൻ്റെ ഗേൾ ഫ്രണ്ട് ശ്രീകുട്ടീനെ വിളിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ എടാ മുസാനെ, നീ നമ്മുടെ ലണ്ടനിലുള്ള മറ്റവനില്ലേ, അവനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ശ്രീകുട്ടിയുടെ അമ്മയുടെ നമ്പർ കിട്ടാൻ ചാൻസ് ഉണ്ട്. നീ അവനൊന്ന് വിളിച്ചേ. ശ്രീകുട്ടിയുടെ അമ്മേനെ നമുക്ക് വിളിക്കാം. ഇവരെ കറക്കം നമുക്ക് നിർത്തി കൊടുക്കണ്ടേ? അയ്യോ മുസു മുസു മുസു, ഫോൺ പോക്കറ്റിൽ തന്നെ വെച്ചോ. എടുക്കണ്ട. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടേ? ഞാൻ ശ്രീകുട്ടി വഴി തൃശ്ശൂരിലെ വീട്ടിൽ നിന്ന് ഇറക്കണം. ഫൈൻ. എന്ത് മണ്ണാങ്കട്ട വേണോ ചെയ്തു തരാം. ചതിക്കരുത്, കഞ്ഞി പാറ്റി ഇടരുത്, അത്ര മാത്രമേ എനിക്ക് പറയാവുള്ളൂ. കറങ്ങി അലഞ്ഞ് തിരിഞ്ഞു കിട്ടിയൊരു ഗേൾഫ്രണ്ടാണ്. നീക്കായിട്ട് അതിനെ തട്ടിത്തെറിപ്പിച്ച് കളയരുത്. ആറ്റു നോറ്റാൽ ഒരെണ്ണേ ഉള്ളൂ. അതിനെപ്പോലെ വേറെ ഒരുത്തികളെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു നോക്കാം. സെറ്റാവുന്നൊന്നും എനിക്കറിയത്തില്ല. സെറ്റാക്കാൻ നോക്കാം. അങ്ങനെ വഴിക്ക് വാ, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങള് ഇതുപോലെ വഴിക്ക് കൊണ്ടുവരും. പോയി വിളി. ഇതെങ്ങനെ ശരിയാവൂളിയോ? ഇവിടെ വിളിച്ചാ ശ്രീകുട്ടി വരും, തൃശ്ശൂർ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വരും, വരാതിരിക്കാൻ വഴിയില്ല. അവനല്ലേ ആള്. മാക്സിമം എൻ്റെ കാര്യം ആലോചിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം എല്ലാം അറിഞ്ഞതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കാൻ ശ്രമിക്കും. അതിനൊരു ചാൻസ് കിട്ടിയാൽ അത് യൂസ് ചെയ്യും, അതുറപ്പാണ്. പിന്നെ എവിടെ നമ്മളോട് പറഞ്ഞല്ലോ എല്ലാ കാര്യവും അവനോട് പറഞ്ഞെന്ന്. അതുകൊണ്ട് മേ ബി ചിലപ്പോൾ കുറ്റബോധം കൊണ്ടായിരിക്കാം അവൻ നാട്ടിലോട്ട് തിരിച്ചു വരാത്തത്, അതുറപ്പാണ്. അല്ലാണ്ട്
അവന് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ അവൻ്റെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന ടൈപ്പും അല്ല. അതേതായാലും ആര് പറഞ്ഞ് നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. ആ വീട്ടിൽ അവൻ്റെ അച്ഛനെ വഹിക്കാത്ത അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ വരാതിരിക്കുന്ന കാര്യമൊക്കെ ചാൻസ് കുറവാണ്. എങ്ങാനും വന്നില്ലെങ്കിൽ അങ്ങോട്ട് ചാടല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ വരേണ്ടയാണല്ലോ. അങ്ങനെ വരാതിരുന്ന കഥ തീരത്തില്ലല്ലോ അളിയാ. ആ, നിനക്കൊക്കെ തീർക്കാൻ ഭയങ്കര ഉത്സാഹം. നീയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നിനക്കൊക്കെ അടുത്തതിൽ റോളും ഉണ്ട്. നമുക്കൊക്കെ ആണെങ്കിൽ വല്ല അണ്ടിയിലും വെള്ളിയിലും മാത്രമാണ് റോൾ അവൾ തരുന്നത്. വല്ല തൂപ്പുകാരൻ്റെ റോളെങ്കിലും തന്നാൽ മതിയായിരുന്നു അടുത്ത കഥയിൽ. എടാ, അതിൻ്റെ റീസൺ എന്താണെന്ന് നിനക്കറിയത്തില്ലേ? ഇത് എൻ്റെ തറവാടാ. നീ വരുത്തനല്ലേ, നിനക്ക് എപ്പോഴും എടുത്തു തരാൻ പറ്റുമോ? നിനക്ക് തരുമല്ലേ? നിന്റെ സ്ഥാനത്ത് ആരെയൊക്കെ എടുക്കായിരുന്നു, എന്നിട്ട് നിന്റെ ചുറ്റും കിടന്ന് കറങ്ങിയല്ലേ. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ, അത് വെറുതെ ഒന്നുമല്ല എന്നും പറഞ്ഞ് എല്ലാത്തിനും തരാൻ പറ്റുമോ? അടുത്ത കഥയിൽ നിനക്ക് റോള് വേണ്ടേ? റോളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവൾ നിനക്ക് തന്നെ തരും. എല്ലാവരും ആർക്കും കൊടുക്കാൻ. പുതിയ അഡ്മിഷനൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്, അടച്ച് പൂട്ടിയെന്ന്. ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിലും ഏതെങ്കിലും വല്ല കുറേ സീരിയസിലെ ചെറുക്കന്മാരുമായിരിക്കും. അല്ലാതെ നിൻ്റെ നാട്ടിൽ നിന്നൊന്നും വേറെ ആരും എടുക്കത്തില്ല, നിന്നെ മാത്രമേ എടുക്കത്തുള്ളൂ. അതിന്നാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, നീ മേടിക്കണ്ട. ആദ്യം ഇത് നമുക്കൊന്ന് തീർക്കാം. ഏണിയായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അതെ, അവള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് സോപ്പിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ അവനെ ഓക്കെ ആക്കുന്ന കാര്യമായതുകൊണ്ട് അവൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരത്തില്ല. അവളാണെങ്കിൽ എന്തുണ്ടെങ്കിലും അവൻ്റെ വായിലോട്ട് തള്ളിക്കൊടുക്കും. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. അവിടെ വരുമ്പോൾ കണ്ടാൽ മതി. ഏതായാലും അവൾ സമ്മതിച്ചിട്ടുണ്ട്. വരാമെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. അവനും വരുമെന്ന് പറഞ്ഞല്ലോ, അത് മതി. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാറ പോയി എന്നല്ലേ പറഞ്ഞേ? പെട്ടെന്ന് പോയില്ല, ഫ്ലൈറ്റ് മിസ്സായി. എന്നിട്ട് പെട്ടെന്നൊരു പാർട്ടി, അതിന് നമ്മളോട് രണ്ടുപേരോടും ചെല്ലാൻ. എന്തോ ഒരു അമാനുഷികമായി തോന്നുന്നു എനിക്ക്. ഓ, നീ നാട്ടിൽ പോയ അപ്പം ഇതുപോലെ അമാനസം അമുനസം എന്നൊക്കെ പറഞ്ഞ ഓരോ വാക്കും കൊണ്ട് വന്നോളൂ. 10 പേരുടെ കൂടെ കൂടിയാതി ഓരോന്ന് കണ്ടുപിടിച്ചോളൂ. എടാ തണ്ടി, എൻ്റെ സാർ അങ്ങനെ നോളേനും പറയത്തില്ല. പാവം, വീട്ടിൽ പോവുക, പാരൻസിനോടെല്ലാം പറയാൻ പോവാന്നൊക്കെ പറഞ്ഞു പോയതാ. പാവത്തിന് ഫ്ലൈറ്റ് മിസ്സായി. അന്നേരം തിരിച്ചു വന്നപ്പോൾ അവളെ ഫ്രണ്ട്സ് ആയിരിക്കും പറഞ്ഞാണ്, ഇന്ന പബ്ബിൽ പാർട്ടി എടുക്കുക, നമുക്ക് പോവാന്ന്. പിന്നെ അവൾ പറഞ്ഞല്ലേ നീ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആ വിഷമമൊക്കെ മാറ്റാനും ചില്ലാനും വേണ്ടിയിട്ടാണ് നിന്നെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞത്. എന്തായാലും വീട്ടുകാരെ അറിയിച്ചിട്ടോ ഫ്രണ്ട് ഡോറിൽ കൂടെയോ നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൾ തന്നെ ഐഡിയ പറഞ്ഞു തന്നു, നീ ചാടുന്ന പോലെ മുതലടിയൊന്നും പോകണമെന്ന്. അതിപ്പോൾ എന്നാ തെറ്റ്? എന്തോ അവൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് അവിടെ എന്താ നിൻ്റെ ഈ കാശിനെ വിളിച്ച് വെച്ചോണ്ടിരിക്കുകയാണോ? ഇല്ലല്ലോ, അവൾ അങ്ങനെ എന്നോട് വളമൊന്നും പറയത്തില്ല. നീ പോയേ, ഇനി എങ്ങാനും ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നും തീരുമല്ലോ. പിന്നെ നിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം, അവനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നല്ലേ. അതങ്ങ് തീർന്നു കിട്ടത്തില്ലേ? പക്ഷെ ഇതങ്ങനെയൊന്നും അല്ലായിരിക്കും. അവൾ നിന്നെ ഒന്ന് ചില്ലപ്പാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരിക്കും. എടാ വാടാ, നമുക്ക് പോവാം. അവൾ നാളെ തന്നെ തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞു. അതിനുമുമ്പ് ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു പാർട്ടി കൂടെ ഉള്ളൂ. നീ ആയിട്ട് അതിലൊന്നും പറയരുത്. എനിക്ക് ഒറ്റയ്ക്ക് മതിലാടാനും പോകാനൊക്കെ ധൈര്യമില്ലാഞ്ഞിട്ടല്ലേ അവൾ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതല്ലേ ഡെയിലി എന്നെ. പക്ഷെ ഇപ്രാവശ്യം വന്നു കഴിഞ്ഞാൽ സീനാവും. നിനക്കറിയാലോ, മമ്മിക്ക് ഒന്നാതെ എന്നെ അവളെ വെച്ച് ഡൗട്ടാണ്. മമ്മിയുടെ വിചാരം ഞങ്ങൾ രണ്ടും പറ്റി ലബിനീസാണ്. അല്ല ആണ്, ഇനി കുറച്ചുകൂടി ഡൗട്ട് കൊടുക്കാൻ വയ്യാത്തുണ്ടാടാ. നീയും കൂടെ വാ. ഓക്കെ ഇനി കിടന്ന് കിഴിയണ്ട. ഇത് ഞാൻ നിന്നെ ഓർത്തിട്ടാ, അല്ലാണ്ട് നിൻ്റെ പൂതന ഗേൾ ഫ്രണ്ട് സാരെ ഓർത്തിട്ടൊന്നുമല്ല. പിശാച് സാധനം, അത് കാരണം ഇത്രയും പ്രശ്നം. നിന്നെ ഓർത്തിട്ട് വേണമെങ്കിൽ ഞാൻ ഏത് പാതാളത്തിലോട്ടാണോ വരാം അതിൻ്റെ കൂടെ. എനിക്കെല്ലാം പോയി, നിങ്ങളെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ആ പൂതനോട് പറഞ്ഞോ, നീയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഓരോ നിമിഷവും എന്നെക്കുറിച്ചും എൻ്റെ മുഖത്തെക്കുറിച്ചും എൻ്റെ വിഷമത്തെക്കുറിച്ചും ചിന്തിച്ചിരിക്കാൻ പറഞ്ഞോ. അതാ അവൾക്കുള്ള ശിക്ഷ. അല്ല പിന്നെ എങ്ങനെ ഇരുന്ന് ഞാനായിരുന്നു ആറ്റി നോട്ട് കഷ്ടപ്പെട്ട ഒരു ലവറിനെ കിട്ടി, അതിനെ അവൾ പൊട്ടിച്ച് കളഞ്ഞപ്പോൾ ഒക്കെ സമാധാനമായല്ലോ. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ, എന്നെ ഈ കാശ് തിരക്കിന്ന് വരത്തില്ല. നീ ഇന്നലെ പറഞ്ഞപ്പോൾ ഞാനും എന്തൊക്കെ വിചാരിച്ചു. അയ്യേ, നീ ഇങ്ങനെ സെൻറ്റി ആവല്ലേ. ഈ സെൻറ്റിയടി മാറ്റാനാ നമ്മളിന്ന് പബ്ബിൽ പോകുന്നത്.
നീ വെറുതെ ഇങ്ങനെ സെൻറ്റിയായി മൂട് കളഞ്ഞ് ശോകം മൂടി പവി പോയാൽ ശരിയാവത്തില്ല. അമ്മ ഒന്ന് ചില്ലപ്പോയി ഫ്രഷപ്പ് ആവാനാ പോകുന്നത്. അവിടെ പോന്ന് നമ്മളൊന്ന് സെറ്റായി കഴിഞ്ഞാൽ, നമ്മളല്ല നീ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? നമുക്കിന്ന് കോളേജിൽ പോകണ്ടേ? എന്തെല്ലാം പ്ലാനുള്ളതാ? നീ ഓക്കെ ആയിക്കേ. എന്നിട്ട് ഇവിടെ ആരും കാണാതെ നമുക്ക് പോവാനുള്ളതാ, അറിയാലോ. Closer to you, closer, closer to you. Taking my last breath, tell me that's the first step. Closer at the sacred trust, then in your warm embrace. Never always tempted, but how can end this sentence? കാണുന്നില്ലല്ലോ. നിന്റെ ഗേൾ ഫ്രണ്ട് വരുമെന്ന് എന്നേടി പറഞ്ഞു. അതിന് വേറെ വല്ലതും ആണോ? കുറെ നേരം ഇവിടെ വന്ന് കുറ്റിയടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അതെ, കാര്യം കാണണമെങ്കിൽ കുറച്ചു നേരം കുറ്റിയടിച്ചൊക്കെ ഇരിക്കണം. പിന്നെ നമ്മുടെ പോലെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി നേരെ കാർ എടുത്തോണ്ട് ഡയറക്റ്റ് ആരെയും പേടിക്കാതെ ഇങ്ങോട്ട് വന്നതല്ല. അവർക്ക് മതിൽ ചാടണം, അവിടെ നിന്ന് വണ്ടി പിടിക്കണം, അവിടെ നിന്ന് വരണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കും മുസു. അല്ല, ഞാൻ നിങ്ങളോട് അറിയാൻ മേലാഞ്ഞിട്ടൊരു ഡൗട്ട് ചോദിക്കുക. ഈ പപ്പി തന്നെ എന്തിനാ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പുറത്ത് ഏതെങ്കിലും കഫേലോ അല്ലെങ്കിൽ വല്ല ബീച്ചിലോ വെച്ച് മീറ്റ് ചെയ്തൂടെ? അത് ശരിയാ, വേണമെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ വെച്ച് മീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പ്ലാന് പറഞ്ഞ ഞാനാ. ഇങ്ങനൊരു പ്ലാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ റീസണും ഉണ്ട്. അത് അവനറിയാം. നിനക്ക് അറിഞ്ഞൂടാത്ത സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലൊരു പബ്ബിൽ നിന്ന് തുടങ്ങിയ കഥയാണ്. അത് ഇങ്ങനത്തെ ഒരു പബ്ബിൽ തന്നെ അങ്ങ് തീരട്ടെ. അതാ എന്തുകൊണ്ട് നല്ലത്. വാട്ട് ആൻ ഐഡിയ സർജി. ശരിയല്ലേ? പണ്ട് ഇതുപോലൊരു പബ്ബിൽ നിന്നാണല്ലോ ഇവർ കണ്ടുമുട്ടിയത്. കൊച്ചു കള്ളൻ. അപ്പൊ ഇങ്ങനത്തെ ഒരു പബ്ബിൽ നിന്ന് എന്നെ കഥയും തീർക്കണമെന്നായിരുന്നു പ്ലാൻ. നടക്കട്ടെ. ആദ്യം വരുന്നു. കണ്ടേ? യു ചീറ്റ്. നീ മാത്രമേ ഉള്ളെന്നല്ലേ സാറാ പറഞ്ഞത്? ഇവർ രണ്ടുപേരും എങ്ങനെയാ വന്നേ? ഞാൻ എന്തൊക്കെയാ നിന്നെ കുറിച്ച് തൃശ്ശൂരിനോട് പറഞ്ഞെന്നറിയോ? എല്ലാം ഞാൻ തിരിച്ചെടുത്തടാ. ഇവള് കള്ളിയാ. അയ്യോ ചെല്ലോ, അങ്ങനെയൊന്നും പറയരുത്. ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നീ ആരെ കൊണ്ടെന്ന് ചോദിച്ച് സാറെ മാത്രമേ ഉള്ളൂ ചോദിച്ചു. ഞാൻ നാക്കി, അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ നാക്കുന്നത് അങ്ങനെയാണെന്നുള്ള അർത്ഥമൊന്നും അല്ല. അല്ലടാ മസു, അല്ല ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള അർത്ഥവുമാണ്. അതുകൊണ്ട് അത് എങ്ങനെ വേണോ എടുക്കാം. ശ്രീകുട്ടി പറഞ്ഞത് ശരിയാണ്. എടാ സാമദ്രോഹി. ശ്രീകുട്ടി ചെല്ല, ഞാൻ പറയുന്ന നീതി മനസ്സിലാക്ക്. സത്യത്തിലും യുവമാരുടെ പ്ലാനിലുള്ളതേ അല്ല, ഇടിച്ചു കയറി വന്നതാ. പിന്നെ ഒഴിവാക്കാനും തോന്നിയില്ല. ഫ്രണ്ട്സ് ആയി പോയല്ലേ. സത്യമായിട്ടും നീ ഇവിടെ ഇരിക്കും, നമുക്ക് സംസാരിക്കാം. തൃശ്ശൂ, വെൽക്കം ബാക്ക്. വന്നിരിക്കും. ദേ, നിന്നോട് ഞാൻ പറഞ്ഞതാ, നീ എന്ന് തൃശ്ശൂന്നോ അല്ലാതെ ഒന്നും ഇമ്മാതിരി വിളിപ്പിച്ചുകൊണ്ടുള്ള സംസാരം നീ വേണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പിന്നെ ശ്രീകുട്ടി, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ കള്ളിയാന്ന്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ നിന്നോട് പറഞ്ഞതാ ഇവള് കള്ളവാ പറയുന്നത്, എന്തോ പന്തികേടുണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ എന്താ പന്തികേടെന്ന്. ഇവള് പൊടിച്ച കള്ളിയാ. നീ കണ്ടോ? ഇവിടെ നിന്നെ തേക്കും ഒരു ദിവസം. കണ്ടോ? ഇഗാശേട്ടൻ തന്നെ പറ. ഈ സാറ പഠിച്ച കള്ളിയാണോ? നിങ്ങളല്ലേ ഫ്രണ്ട്സ്? അത് മുസുചേട്ടാ, ഞാൻ മുസുചേട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. പുള്ളിക്കാരി എന്നെ തേക്കോ? ഞാൻ പറഞ്ഞ പോലെ ഞാനേ അയമ്മ വെർജിൻ, ഞാനല്ലേ ഇവക്ക കൊടുത്ത. അങ്ങനെ എങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അയ്യോ പിന്നെ എനിക്ക് വേറെ ആരും കിട്ടത്തോടിയില്ല. ഇല്ല ശ്രീകുട്ടി, അവളങ്ങനെ ആരെയും തേക്കത്തൊന്നുമില്ല. നിൻ്റെ കാര്യത്തിലുള്ള സീരിയസാണ്. അതായത് ഇവിടെ ചിലരെ പോലെ ആരെങ്കിലും പറയുന്ന കേട്ട് തുള്ളാൻ നിൽക്കുകയോ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുകയൊന്നും ചെയ്യത്തില്ല. നീ ചിലരെ പോലെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടാതിരുന്നാൽ മതി അവളെക്കുറിച്ച്. അവൾ നിനക്ക് വേണ്ടി ജീവൻ വേണോ കളയും. ഞങ്ങൾ നിൻ്റെ അവളെയും കാര്യം നിൻ്റെ വീട്ടിൽ പറയുന്ന ഭീഷണിപ്പെടുത്തിയ ഇവിടം വരെ അവളെ കൊണ്ടെത്തിച്ചത്. ചിലരെയൊക്കെ ഒറ്റയ്ക്ക് കിട്ടിയാലല്ലേ പല കണക്കും തീർക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ മോള് ശ്രീകുട്ടി പേടിക്കണ്ട, അവൾ നിന്നെ തേക്കത്തില്ല. ഇനി എങ്ങാനും അവൾ തേച്ചാൽ അവളെ കൊല്ലാനായിട്ട് ഇവിടെ നിനക്ക് 2 ആങ്ങളമാരുണ്ട്. ഇപ്പോൾ ഒന്ന് ഞാനും ഒന്നേവനും കൊല വിളിക്കും ഞങ്ങൾ. അതുകൊണ്ട് നീ പേടിക്കണ്ട. അത് മതി. നീ
നീ എന്താടാ ഇരിക്കാത്ത? ഇരിക്ക്. നിന്റെ കസിൻ ബ്രദറിന് മൂലക്കുരുവിൻ്റെ കുഴപ്പം വല്ലതും കാണും, അതുകൊണ്ടായിരിക്കും ഇരിക്കാത്തത്. മൂലക്കുരു. ഓ ശ്രീക്കുട്ടി, എനിക്ക് വാഷ്റൂമിൽ പോകണം. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വന്നിട്ടിരുന്നാളോ. ഞാനിവിടെ നിന്നാ ശരിയാവത്തില്ല. പിശാചു മാറി. ആടാ പോയിട്ട് പെട്ടെന്ന് വാ. ഓ എടാ മരവാഴേ, അവന്റെ കുണ്ടിക്ക് എന്നെ വായും തുറന്ന് വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കാതെ ആ കുണ്ടും. ഞാനൊന്നും പറയുന്നില്ല. എടാ ഉപകാരമുള്ള കാര്യം ചെയ്യടാ, അവന്റെ പറയെ പോടാ. എടാ റൂം നമ്പർ 15 മറക്കരുത്. എങ്ങനെയെങ്കിലും അവനെ മുറിക്കകത്ത് കയറ്റി കൺവീൻസ് ചെയ്ത് സംസാരിച്ച് എല്ലാം ഓക്കെ. നാളെ നേരം വിളിക്കുമ്പോൾ ലണ്ടൻ വിടാനുള്ള ഐഡിയ നോക്കാൻ നോക്കും. ഇരുന്ന് അവന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുക പോങ്ങാൻ. ഇനി ഇത് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദൈവമേ, എന്താ ഇങ്ങനെ തന്നെ നോക്കുന്നത് രണ്ടും കൂടി? അല്ല, ആക്ച്വലി നിങ്ങൾ തൃശ്ശൂർ എന്ത് ചെയ്യാൻ പോവാ? ഈ മസിൽ ഇട്ടി വെച്ചിരിക്കുന്ന ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഈ ചേട്ടൻ അവൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ലണ്ടൻ പോലീസിൻ്റെ അടുത്ത് ആര് സമാധാനം പറയുന്ന? അത് മാത്രമല്ല, രാവിലെ ആയിട്ട് നേരം വിളക്കുമ്പോൾ നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. എൻ്റെ അപ്പം ഉണ്ടല്ലോ, ലണ്ടൻ പോലീസിൽ പോയി കേസ് കൊടുക്കും അവനെ കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട്, കണ്ടില്ലെങ്കിൽ. ആ പിന്നെ നിങ്ങളും കുടുങ്ങുവേ. എൻ്റെ പൊന്നു കുഞ്ഞെ, അതൊക്കെ നാളത്തെ കാര്യമല്ലേ. അതൊക്കെ നാളെ നേരം വെളുത്തിട്ട് എന്താ ഏതാന്നൊക്കെ വെച്ചാൽ ആ സാഹചര്യത്തിനൊത്ത് നമുക്ക് ചെയ്യാം. ഇപ്പം അവനെ കൺവീൻസ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ രണ്ട് പാത്രമാവാൻ പോകുന്ന നമ്മളാ, നിനക്കറിയോ? അവനെ ഞാൻ ഭീഷണിപ്പെടുത്തി, അവനെ ഞാൻ ഫോൺ വിളിച്ചെന്നും പറഞ്ഞോണ്ടേ, നിന്റെ അമ്മയെ വിളിച്ച് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞു കൊടുക്കണം പറഞ്ഞോണ്ടാ യവന്മാർ ഈ കണ്ട ഇത്രയും കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇനി എങ്ങാനും അവൻ കൺവീൻസ് ചെയ്തിട്ട് നിന്റെ തൃശ്ശൂലുണ്ടല്ലോ, അവൻ കൺവീൻസ്ഡ് ആയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് പാത്രമാവാൻ പോകുന്ന നീ ഞാനും ആയിരിക്കും. അത് ഓർത്തോ. അതുകൊണ്ട് നിന്റെ ആ വായൊക്കെ വെച്ചൊന്നും മിണ്ടാതിരിക്കും. ലണ്ടൻ പോലീസ്, എനിക്ക് വയ്യ. കേരള പോലീസിൻ്റെ അടി പോലും കൊണ്ടിട്ടില്ല, പിന്നെയാണ് ഈ ലണ്ടൻ പോലീസിൻ്റെ അടി കൊള്ളാനായിട്ട്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്ക്, അവരൊന്ന് കൺവീൻസ് ആയി ഒരു ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. പിന്നെ നമ്മളും ഡിവോഴ്സ് ആവത്തില്ല. ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി. ഒന്നുമില്ലായിരുന്നാ മതിയായിരുന്നു. ദൈവമേ, ആ ചെറുക്കന് നല്ല ബുദ്ധി മാത്രം തോന്നിപ്പിക്കണേ. അയ്യേ, ഇതായിരുന്നു നിങ്ങളുടെ പ്രശ്നം. ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവ ഇവിടെ നിന്ന് തന്നെ കൺവീൻസ് ആയേനെ. വെറുതെ എന്തിനാ അവനെ വിളിച്ചോണ്ട് റൂമിലോട്ടൊക്കെ പോകുന്നത്? അതെ, അവൻ ഓൾറെഡി അവൻ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അവൻ അങ്ങോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ കാശെന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൻ ആദ്യം വിശ്വാസമായില്ല. പിന്നെ ഇവിടെ നിന്ന് കണ്ടപ്പോൾ അവൻ്റെ ഫേസ് മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവൻ എങ്ങനെയെങ്കിലും കൺവീൻസ് ആവാൻ വേണ്ടി ഇരിക്കും. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൻ ഇപ്പോൾ കൺവീൻസ് ആയാൽ ചോദിച്ചാൽ മതി. അവനല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. വാതൊരാതെ പറയുന്നുണ്ടായിരുന്നു വന്നപ്പോഴേ അങ്ങനെയാന്നൊക്കെ. ഇന്നലെ എനിക്ക് ചെവി തല ഏൽപ്പിച്ചിട്ടില്ല. ഗശ് ഉറങ്ങിക്കാണോ, ഈ ഗശ് ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും, എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാ അവരെപ്പോഴേ സെറ്റായി കാണും. നമ്മളിവിടെ നിന്ന് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയം കളയുന്ന മാത്രം വെച്ച്. എൻ്റെ പൊന്നു സാറാ, നമ്മളെ പിരിക്കാൻ ദൈവം തമ്മിലാനോടും പറ്റത്തില്ല. ബിക്കോസ് വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. യു നോ ദാറ്റ്? ഐ നോ ദാറ്റ് ബേബി. അതെ, ആക്ച്വലി എന്നെ പോലൊരു മുതുക്കൻ ഇവിടെ വെറും പച്ചയ്ക്ക് സിംഗിളായിട്ടിരിക്കുക എന്നുള്ള ബോധം പെങ്ങന്മാർക്ക് രണ്ടിനും ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. എനിക്ക് കപ്പിൾസിനെ കാണുമ്പോൾ അപ്പം ചൊറിഞ്ഞു വരും. എന്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാൻ പോയി രണ്ടെണ്ണം അടിക്കട്ടെ. അതാ എന്തുകൊണ്ട് നല്ലത്. ഓൾ ദി ബെസ്റ്റ്. അതെ, എൻ്റെ എന്നെ ഇങ്ങോട്ട് പിടിച്ച് വിളിച്ചോണ്ടോന്നെ. എന്തായാലും പറയണ്ടേ, പറയും. എനിക്ക് പോകണം. ആഹാ, പൊന്നുമോനിക്ക് പോവാൻ മുട്ടി നിൽക്കുവാണോ? ശരി, പറയാം. ഞാനായിട്ടിനി വെച്ച് താമസിപ്പിച്ച് നിന്നെ ബോറടിപ്പിക്കുന്നില്ല. നീ എന്തിനാടാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നേ? അറ്റ്ലീസ്റ്റ് നിനക്ക് ഇതാണ് കാരണമെന്നെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന് തക്കതായിട്ടുള്ള റീസണും എക്സ്പ്ലനേഷനും എല്ലാം തന്നേനെ. പിന്നെ നീ എന്തിനാ എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കാണ്ട് നിൻ്റെ മനസ്സിലുള്ള ഒന്നും പറയാതെ ചാടി പിടിച്ച് ലണ്ടനിലോട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുപ്പിച്ച് ത്രിലോകിനെ കൊണ്ട് ഓടി ഇങ്ങ് വന്നേക്കുന്നു? എന്താ, എനിക്ക് ലണ്ടനിൽ വരാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചോ മോൻ? ലണ്ടനിൽ വരാൻ അറിയാമെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നേ. എനിക്കറിയായിരുന്നു എന്നെ തേടി വരുമെന്ന്. ഓ, കോൺഫിഡൻസ്. അതിന്
ഇപ്പോഴും ഒരു കുറവുമില്ല. ഇനി എങ്ങാനും ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ? വന്നില്ലായിരുന്നെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് വന്നേനെ, വെയിറ്റ് ചെയ്ത് മടുക്കുമ്പോൾ. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എന്തായാലും ഗേൾസ് വന്നില്ലേ. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ ഒരുമാതിരി ചീപ്പ് ഗുണ്ടായിസ. ഏതോ ഒരു ചാപ്പറ പബ്ബിൽ വന്നിട്ട് അതിനകത്ത് പിടിച്ചു കയറ്റുക, മുറിക്കകത്ത് കയറ്റി നിന്ന് സംസാരിക്കുക. പുറത്ത് എവിടെയെങ്കിലും വെച്ച് സംസാരിക്കാമായിരുന്നല്ലോ. ഇല്ലെങ്കിൽ കഷ്ണം ഭയങ്കര ധൈര്യമല്ലേ. വീട്ടിൽ വന്നാൽ എന്തായിരുന്നു കുഴപ്പം? ഈ പബ്ബിൽ നിന്നെ കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, നിൻ്റെ മുസുവേട്ടനുള്ളതാണ്. അവൻ്റെ പ്ലാനായിരുന്നു കഥ തുടങ്ങിയിട്ട് തന്നെ അവസാനിക്കണമെന്ന്. ഇത് സെയിം പബ്ബല്ലെങ്കിലും ഒരു പബ്ബിലാണല്ലോ നമ്മളെല്ലാം തുടങ്ങി വെച്ചത്. ആ പബ്ബ് കഥ ഞാനിവിടെ വിളമ്പണോ അതോ നീയായിട്ട് ഓർക്കുന്നുണ്ടോ? അല്ല, ഞാനാണ് അതെന്നറിഞ്ഞിട്ടും നീ എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ല? അത് പിന്നെ അന്ന് അത് പറയാൻ വേണ്ടി നിന്നല്ലേ ഞാൻ പറഞ്ഞു നമുക്ക് മിഡ് നൈറ്റ് ഡേറ്റിന് പോകാമെന്ന്. അന്നേരമാണല്ലോ സാറ എന്നെ വിളിച്ചത്. ഞാൻ അതും പിന്നെ സാറയുടെ കാര്യവും ചോദിക്കാൻ നിന്നതായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് സാറ എന്നെ വിളിച്ച്, പിന്നെ എൻ്റെ മൂഡ് പോയി. പിന്നെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി, എല്ലാം കയ്യിൽ പോയി, എല്ലാം കുളമായി. അല്ലത് മനഃപൂർവ്വമല്ല, ഞാനായിട്ട് തന്നെ പറയാൻ നിന്നതാ. അതുകൊണ്ട് മുസാനേട്ടനോട് പറയണ്ടെന്ന് പറഞ്ഞ്. ഓ ശരി. അപ്പോൾ മുസാൻ പറഞ്ഞ് ഇത് ഞാൻ ഇപ്പോഴും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ അറിയുമായിരുന്നു ഈ കാര്യം? അത് എന്നെ ഇവിടെ ഇക്കാവശ്യം തിരക്ക് വരുമെന്ന് എനിക്കറിയാമല്ലോ. തിരക്ക് വരുമ്പോഴത്തേക്കും അന്നേരം ഞാൻ തന്നെ പറയാമെന്ന് വെച്ചാൽ ഇരുന്ന്. ഇനിയിപ്പോൾ ഇത് മുസാനേട്ടൻ പറഞ്ഞില്ലേ, ഞാനെന്ത് ചെയ്യാനാ? അതാ, നീയൊന്നും ചെയ്യണ്ട. ഇങ്ങനെ അങ്ങ് എല്ലാം ചെയ്തു വെച്ചിട്ടങ്ങ് ഇങ്ങനെ എസ്കേപ്പ് ആയിക്കോണം. ബാക്കിയുള്ളവനാണല്ലോ എല്ലാവരെയും മുമ്പ് പട്ടിയെ പോലെ കരയുന്നതും കാല് പിടിക്കുന്നതും. നിൻ്റെ തൊണ്ടയുടെ കാല് ഞാൻ പിടിച്ചവിടെ പോയി, അറിയോ? നിനക്ക് വേണ്ടി. അന്നേരം വല്ലേ അറിയുന്നേ, വാരിപ്പറക്കിയെടുത്തും കൊണ്ട് ലണ്ടനിൽ വന്നെന്ന്. ഇത് മുന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങേരെ കാല് പിടിക്കാൻ പോകാതെ നേരെ ഇങ്ങോട്ട് തന്നെ വന്നേനെ. ഞാൻ എന്തോ അത്ര കരഞ്ഞെന്നറിയോ നിനക്ക്? എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടില്ല ആർക്ക് വേണ്ടി. നിൻ്റെ അച്ഛൻ പണ്ടെന്നെ എൻ്റെ അമ്മ മരിച്ച കാര്യം പറഞ്ഞ് എന്തുമാത്രം ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നറിയാം. എന്നിട്ട് പോലും ഞാനിങ്ങനെ കരഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈം, എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാനിങ്ങനെ കരഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടാണ്. അറിയത്തില്ല, ഒരുത്തരം ഭ്രാന്തായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ പോട്ട് പുല്ലെന്നും പറഞ്ഞ് കളഞ്ഞേനെ ഞാൻ. ഇപ്പം നിന്നെ കണ്ടിട്ട് എനിക്ക് എന്നെ തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം നീ എന്നെയും കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് എങ്ങനെ സാധിക്കുന്നതാ? ഓ, ഈ പറയുന്നതായിട്ടതൊന്നും ഞാൻ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പിടിച്ചു വെച്ചിരുന്നേന്ന്. ഞാൻ പറഞ്ഞില്ലല്ലോ കൺട്രോൾ ചെയ്യാനായിട്ട്. അവിടെ ഉള്ളപ്പോഴും ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലും ചെയ്യുന്നു. അന്നേരം ചെയ്യാതെ പോയതാരാ? വേണ്ട, ശരിയാവത്തില്ല എന്നും പറഞ്ഞു എണീറ്റ് പോയിട്ട് ഇപ്പം എൻ്റെ കുറ്റമാ മനുഷ്യനെ കൊതിപ്പിച്ചതും പോരാ അന്നും. ഓ ഓക്കെ ഫൈൻ. അപ്പം ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നതിൽ നിനക്ക് അന്നും കുഴപ്പമില്ല എന്ന് എനിക്കറിയാം, ഇന്നും കുഴപ്പമില്ല. അപ്പം പിന്നെ ഇത്രയും നല്ലൊരു റൂമൊക്കെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ മാത്രമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നീ അങ്ങനെ തോന്നിക്കുകയും വേണ്ട. ഇന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ നടത്തിച്ചിട്ടേ ഞാൻ നിന്നെ വിടത്തുള്ളൂ. ഇനി നീ ഓടിപ്പോയാലേ എനിക്കതിൽ പിന്നുള്ള ചാൻസ് കിട്ടത്തില്ല. തപ്പി നടക്കാനല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ പൊന്നുമോനെ, ഇന്ന് ഞാൻ നിന്നെ കൊന്നു കൊല വിളിക്കും. എല്ലാത്തിനും കൂടിയുള്ള പണിഷ്മെൻ്റാണെന്ന് നീ അങ്ങ് വിചാരിച്ചാൽ മതി. പണിഷ്മെൻറ്റോ? ഇൻട്രസ്റ്റിംഗ്. ആരാണ് പണിഷ്മെൻറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ? എന്നാ നല്ല കനത്തിന് തന്നെ ആയിട്ടുള്ള പണിഷ്മെൻറ്റ് തന്നെ തന്നോ, ഞാൻ റെഡിയാ. നീ എനിക്ക് എപ്പോഴും ഒരു അത്ഭുതമാണല്ലോ തൃശൂ. നീ എന്നെ ഞെട്ടിച്ചിട്ടേ ഉള്ളൂ, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. പണിഷ്മെൻ്റൊക്കെ ഇങ്ങനെ കൈ നീട്ടി വാങ്ങിക്കുന്ന മുതൽ അത് നീ ഒറ്റൊരെണ്ണവാ. നിനക്കറിയാം ഞാൻ നിന്നെ വേദനിപ്പിക്കത്തില്ല, സ്നേഹിക്കാനാ പോകുന്നതെന്ന്. അതുകൊണ്ടല്ലേ. പിന്നെ മോനെ, ഇതിപ്പോൾ എന്നെക്കാൾ കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന നീയാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഇനി ഡൗട്ടൊന്നും വേണ്ട, അത് സത്യം തന്നെയാണ്.
ഞാൻ എത്ര കാലമായെന്നറിയോ, പറഞ്ഞാലും കേൾക്കത്തില്ല. പാതിക്ക് അങ്ങ് നിർത്തിയിട്ട് പോകും മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട്. എന്നിട്ട് ആ പെണ്ണുമ്പിള്ളയെ കൊണ്ട് തന്നെ കോൾ വിളിപ്പിച്ചിരിക്കുന്നു. അവളെ മൂടും പോയി. ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഞാൻ 110 ഫസ്റ്റ് നൈറ്റ് കഴിപ്പിച്ചേനെ. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തുണ്ടാവും. ഞാൻ നിങ്ങളെ പോലെ അൺറൊമാൻറ്റിക് മൂരാച്ചി അല്ല, മനസ്സിലായോ? ഇക്കാഷ് റായ്ചന്ദ് ചൗധരി. എൻ്റെ പൊന്നോ, ഇതിനോടകം തന്നെ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഞാൻ ബോറടിക്കൂല എന്ന് ഉറപ്പായി. ലൈഫ് ലോങ് എൻജോയ്മെൻ്റ് ആയിരിക്കും. പിന്നെ ഇനി എന്തോ ഇക്കൊണ്ടിക്കോ വാങ്ങി തുറന്നുകൊണ്ട് എൻജോയ് ചെയ്യണ്ടേ? നീ എന്നെ വഷളാക്കും. അങ്ങനെ വഷളാക്കാണല്ലോ എൻ്റെ ജോലി. എന്തായാലും പൊന്നുമോ വഷളാക്കിയ സ്ഥിതിക്ക് അനുഭവിച്ചോ. ഞാൻ വരുന്നീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു. എന്നിനറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ. എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിന് ശ്വാസം. എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം. നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. പുലർത്തന്തു മഞ്ഞിൽ രാവുതന്നറുമഞ്ഞിൽ പുണരുന്ന യാമങ്ങൾ നമ്മിൽ നിറയെ. പകലു തന്നീളിമയിൽ സന്ധ്യ തൻ ശോണിമയിൽ പൂശുന്ന വർണ്ണങ്ങൾ നമ്മിൽ നിറയെ. ഞാൻ വരുന്നീ പാതയിലായി നിന്നിൽ കാത്തു നിൽപ്പു. എന്നിവയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. അലകളുടെ നാദങ്ങൾ തിരകളുടെ ഈണങ്ങൾ വരയുന്ന ദാഹങ്ങൾ നമ്മിൽ കാൺകെ. ബലഭാവങ്ങൾ തൻ ചായം നിലമേക്കും മായാലോകം. ഇനി നമ്മിൽ വാഴും കാലം അണയും നിമിഷം. വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു. എന്നിവയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിന് ശ്വാസം. എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം. നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിന്നിൽ കാത്തു നിൽപ്പു. എന്നിവയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. ആ ഡാ, രണ്ടും കൂടെ ഉണ്ടായിരുന്നോ?
എടാ ശ്രീകുട്ടിയുടെ വീട്ടിൽ ഞാൻ സാറേയും കൂടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ മനുഷ്യരാടാ, വിഷ്ണുദാസിനെ പോലെയൊന്നും അല്ല, എൻ്റെ തന്തയെ പോലെ. അവർക്ക് കാര്യം പറഞ്ഞാലൊക്കെ മനസ്സിലാവും. അവർക്ക് ഞങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലായി. പിന്നെ അതെ ഇവരുടെ കാര്യവും കൂടെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞേ അവളെ അമ്മയെക്കുറിച്ച് പൂതനയെന്നല്ലേ? ആ പെണ്ണുമ്പിള്ള പാവാടാ. ആ തന്ത ചെറുതായിട്ട് മടിച്ചു ചെന്നപ്പോൾ ആ പെണ്ണുമ്പിള്ളയെ പറഞ്ഞേ. അതിനിപ്പോൾ എന്താ, എൻ്റെ മോളെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമൊന്നും. അവർ സെറ്റായി. പിന്നെ നിങ്ങളെ കാര്യവും പറഞ്ഞു, അവർക്ക് അതിന് എതിർപ്പൊന്നുമില്ല. പിന്നെ ഈ വിഷ്ണുദാസ് അങ്കിൾ അവിടെ നാട്ടിൽ കിടന്ന് പൊടിക്കുന്നതുകൊണ്ട് അവർ ഇവിടെ ആളെയും സെക്യൂരിറ്റിൻ്റെയൊക്കെ നിർത്തിയത്. അവനെ ഇന്നലെ കാണാതായപ്പോഴും അവർക്ക് ഉറപ്പായിരുന്നു നീ വന്ന് കാണും, നീ വിളിച്ചുകൊണ്ട് പോയി കാണുമെന്ന്. നമ്മളോട് നാട്ടിൽ ധൈര്യമായിട്ട് പോയിക്കോളാനാണ് പറഞ്ഞത്. അവരിവിടെ നിന്ന് ഒരു ഇഷ്യൂ കാണത്തില്ല. പിന്നെ നാട്ടിൽ ചെന്നിട്ട് ഇവൻ്റെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതേ ഉള്ളൂ. അത് പിന്നെ ഇറങ്ങി വന്നതെന്ന് പറഞ്ഞാൽ അങ്ങേര് വേണ്ടി ചെയ്യാൻ വഴിയില്ല. ഏതായാലും നമുക്കൊന്ന് വിട്ടാലോ? ആ എന്നാൽ നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ഫ്ലൈറ്റ് 11 മണിക്കാണ്. ഇപ്പം തന്നെ പണി 9:30 കഴിഞ്ഞു. ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട് എയർപോർട്ടിലോട്ട്. ഇറങ്ങി ഇപ്പോഴും പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഫ്ലൈറ്റിൽ കയറാം. നിങ്ങളവിടെ ആക്കിയിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് പോകാനായിട്ട്. സാറാ, എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് ഓക്കെയാ, പക്ഷെ സ്റ്റഡീസ് കഴിയണം. അതുവരെ കാണാനൊന്നും പറ്റത്തില്ലെന്ന് പപ്പ തീർത്ത് പറഞ്ഞേക്കാം. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കോളെങ്കിലും ചെയ്യണം നാട്ടിൽ പോയാൽ. ആ അത് ഓർത്ത് പെങ്ങൾ പേടിക്കേ വേണ്ട. അവൾ ചെയ്തില്ലെങ്കിൽ അവളെ കൊണ്ട് തല്ലി ചെയ്യിപ്പിക്കും ഞങ്ങൾ. ടെൻഷൻ ആവണ്ട കേട്ടോ. നമുക്കിറങ്ങാം. എന്നാൽ ഞങ്ങൾ പോട്ടെ, വാ. അങ്ങനെ പോയ കാര്യങ്ങളെല്ലാം നല്ലപോലെ നടന്നു. ചെറുക്കനും വന്നു, തൃശ്ശൂനെയും കൊണ്ടുവന്നു. എല്ലാവരും ഹാപ്പിയാണ്. ഇനി ഇതിൻ്റെ പേരിൽ വിഷ്ണു എന്തൊക്കെ പുകിൽ കാണിച്ചു കൂട്ടുന്ന ഇതിനോടകം അറിഞ്ഞു കാണും. അതാലോചിച്ചിട്ടാണ് എൻ്റെ ടെൻഷൻ. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് കച്ചയും കെട്ടിപ്പറക്കി ഇറങ്ങുമെന്നാ. ഇറങ്ങാതിരുന്നാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഇനി അവനെതിരായിട്ട് എനിക്ക് നിൽക്കേണ്ടി വരും. നിന്നേ പറ്റൂ. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഓ അതൊന്നും ഉണ്ടാവത്തില്ലപ്പേ. അങ്ങേര് ഇതോടെ അടങ്ങും. അല്ലെങ്കിൽ കണ്ടോ, ഏതായാലും നമ്മളെ ഇവിടെ നിന്ന് ഒരുത്തന്നെ ചാടിച്ചുകൊണ്ട് പോകാൻ അങ്ങേര് കൂട്ടുന്നതല്ലേ. നമ്മൾ അത്രയ്ക്കൊന്നും ചെയ്തില്ലല്ലോ. അവനെ വീട്ടിൽ ത്രിലോകിന് ഇഷ്ടമാണെന്ന് പോലും പറയിപ്പിക്കാനായിട്ട് വിഷ്ണുദാസ് സമ്മതിച്ചില്ല. പക്ഷേ നമ്മളിവിടെ അത്രയും വലിയ ക്രൂരതയും ചെയ്തില്ലല്ലോ. അവന് വേണമെങ്കിൽ ഇപ്പോൾ വേണോ പോയി അങ്ങേരുടെ അടുത്ത് പറയാം. അങ്ങേര് സമ്മതിക്കുന്നില്ല എന്ന് അറിയാമെന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കടങ്കി ചെയ്യേണ്ടി വന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നില്ല അങ്ങേര് ഇനി എൻ്റെ പുറകെ കിടക്കുമെന്ന്. ആ അങ്ങനെ വിചാരിച്ചെന്ന് സമാധാനിക്കാം. അല്ല നീയൊക്കെ ആരും ഇപ്പോൾ കിട്ടുന്നോ എൻഗേജ്മെൻറ്റ് നടത്തോ ഒന്നും ചെയ്യണ്ടേ? അല്ല ഇന്നലെയും കൂടെ പറഞ്ഞായിരുന്നു നീയൊക്കെ ഞങ്ങൾക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടെന്ന്. പിന്നെന്താ വീട്ടിൽ ലിവിങ് ടുഗെദർ കളിച്ച് കിടക്കാനുള്ള പരിപാടിയാണ് എല്ലാം കൂടി. എൻ്റെ അപ്പായിയെ അങ്ങനെയൊന്നും അല്ല. അപ്പായി എന്നൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് നോക്കിയേ. അപ്പം ഈ കെട്ടി ഒരു ലൈഫൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനുള്ള പക്വതയെങ്കിലും വേണം. എൻ്റെ ഈ ഗേൾസിൻ്റെ കാര്യം പോട്ടെ, ഞങ്ങൾക്ക് ലൈഫ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നെങ്കിലും അറിയാം. യവന്മാരുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുത്തൻ 3rd ഇയർ ആയതേ ഉള്ളൂ. അവൻ MBBS കംപ്ലീറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അവൻ്റെയും കല്യാണം തന്നെ അപ്പായി ആദ്യം നടത്തിക്കും. ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. അല്ലേ ചെയ്തു? ആ കേട്ടല്ലോ. പിന്നെ കാശ് പറയുന്ന തൃശ്ശൂന് കുറച്ചുകൂടി ഏജ് ആവട്ടെ എന്നാ. അവൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിനുശേഷം നോക്കാമെന്നാ. ടൈമുണ്ടല്ലോ, അധികം പ്രായമൊന്നും ആയില്ലല്ലോ ആർക്കും. ആ അതെങ്ങളെ ഋഷി പറഞ്ഞതാ ശരി. എല്ലാവരും ഒന്നുകൂടി നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കുറച്ച് നാൾ സ്നേഹിച്ചൊക്കെ നടന്നിട്ട് കിട്ടുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇപ്പോഴത്തെ കാലത്ത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതല്ല എങ്ങളെ നല്ലത്. വെറുതെ എന്തിനാ? അതുകൊണ്ട് അവരവരെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. അങ്കിൾ ഇനിയിപ്പോൾ അതിനെ ഫോഴ്സ് ചെയ്യാനെന്നൊക്കെ എന്താ. എന്തായാലും എൻ്റെ സങ്കടമൊന്നുമല്ല. എല്ലാവർക്കും ഓരോരുത്തരായി. ഞാൻ മാത്രം ഇവിടെ സിംഗിളായിട്ട് നിന്ന് മോരടിച്ച് പോകത്തേ ഉള്ളൂ. മുസുമായിട്ട് അങ്ങനെ സിംഗിളായിട്ട് ഇന്ന് മോരടിച്ച് പോകത്തൊന്നുമില്ല. അതെനിക്ക് ഉറപ്പാണ്. കാരണം രാവിലെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. മുസാനേട്ടൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ആ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ ഞാനിപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് വെച്ചായിരുന്നു. ഐ തിങ്ക് പുള്ളിക്കാരി എത്താൻ ടൈമായി, ഫ്ലൈറ്റിലാണ് വരുന്നതെന്നും പറഞ്ഞായിരുന്നു. ഇപ്പോൾ വരാനാണ് ചാൻസ്. അതാരാ തൃശ്ശൂർ ഞങ്ങളറിയാതെ മുസാനോട് അഗാധമായ പ്രണയമുള്ള രാജകുമാരി? ഹലോ എവരിവൺ, അകത്തോട്ട് വരാമല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചില്ലല്ലോ. പാവം എൻ്റെ തൃശ്ശൂർ.
ഞാൻ വിളിച്ചപ്പോൾ രാവിലെ ഫോൺ എടുത്തായിരുന്നു. ഹായ് മുസാന്, സുഖമല്ലേ? എൻ്റെ കയ്യിൽ മുസാൻ്റെ നമ്പർ ഉണ്ടായിരുന്നു, പക്ഷെ കോണ്ടാക്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അല്ല, ഇന്ന് പോവോ? ഇല്ല മോളെ, അവന്റെ വായും തുറന്നുള്ള നിപ്പ് കണ്ടറിയാം. പട്ടിക്ക് ലോട്ടറി അടിച്ച അവസ്ഥയാണ്. അവൻ ഇന്നല്ല ഈ ആണ്ടിലൊന്നും ഈ വീട് വിട്ട് പോവില്ല. മോൾ എന്തായാലും ഇപ്പൊ പോകത്തില്ലല്ലോ. മോൾ ഉള്ളത് വരെ ഇവിടെ കാണും, അത് ഉറപ്പാ. എൻ്റെ വിഷ്ണു ഏട്ടാ, നിങ്ങളൊന്ന് അടങ്ങ്. വേറെ ആരുടെ അടുത്തോട്ടല്ലല്ലോ, റോയിയുടെ വീട്ടിലോട്ടല്ലേ അവൻ പോയത്. അവൻ ഇറങ്ങിപ്പോയതിന് നമ്മളെന്തിനാ വിഷ്ണു ഏട്ടാ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടി പറയുന്നേ? മക്കളെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. അവന് ഇഷ്ടമുള്ള ആളൂടെയല്ലേ പോയത്. ഇപ്പൊ തന്നെ നോക്കിയേ, ഇതേ ആര്യമോൻ ത്രിലോകമോൻ്റെ കൂടെ ഇറങ്ങി വന്നത് അവന് ത്രിലോകമോന് ഇഷ്ടമായിട്ടല്ലേ. അതുപോലെ ഈ കാശുമോന് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മുടെ മോൻ അവൻ്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഇവർക്ക് വേറെ ന്യായം അവർക്ക് വേറെ ന്യായം, അതൊക്കെ മോശമല്ലേ വിഷ്ണു ഏട്ടാ? നീ മിണ്ടരുത്, നീ മിണ്ടരുത്. നീയാണിങ്ങനെ ചിരിച്ച് 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 നിന്ന് എല്ലാവർക്കും ഒത്താശ ചെയ്ത് കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. എന്തായാലും അവനെന്റെ അഭിമാനത്തിന് ക്ഷത സംഭവിപ്പിച്ചത്, എന്നിട്ടാണോ ഇവിടെ നിന്ന് ഇറങ്ങി പോയേക്കുന്നത്? ഇത് ഞാൻ ക്ഷമിക്കൂല. എനിക്കിനി ഒരു മോനേ ഉള്ളൂ, അത് എനിക്കിന് എത്ര ലോകം. അല്ലാതെ അവൻ്റെ മോനുമല്ല, മറ്റവൻ്റെ മരുമകനുമല്ല. എനിക്ക് ഒരു മരുമകനേ ഉള്ളൂ, അത് എനിക്ക് ആരുമോ, അത് മതി എനിക്ക്. അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. 3 പേരോടും കൂടി ഞാൻ ഒരു കാര്യം പറയാം. നാളെ തന്നെ ഓഫണേജിലോ അനാഥാലയത്തിലോ ജൂനിയർ ഹോമിലോ എവിടെയാണെന്നൊന്നും എനിക്കറിയണ്ട. തൃശ്ശൂരിൻ്റെ അതേ പ്രായമുള്ള ഒരു ചെറുക്കനെ നമുക്ക് പോയി ദത്തെടുക്കണം. നാളെ തന്നെ ദത്തെടുത്തേ പറ്റൂ. അല്ല, അതെന്തിനാച്ചാ ഇപ്പം നമ്മൾ ദത്തെടുക്കുന്നേ? എന്തിനാന്നല്ലേ പറയാടാ. പ്രതികാരം അത് വീട്ടാനുള്ളതാണ്. അവൻ്റെ വീട്ടിൽ ഇനിയുണ്ട് 2 മക്കള്. ഒന്നാ ചൈതന്യം, മറ്റേതാ വളർത്ത മകൻ ഋഷിയും. തൃശ്ശൂരിൻ്റെ പ്രായത്തിൽ ഒരുത്തനെ ഞാൻ ദത്തെടുത്ത് വളർത്തി പഠിപ്പിച്ച് എല്ലാം നല്ല രീതിയാക്കിയിട്ട് അവൻ്റെ 2 എണ്ണത്തിൽ ഒരു മോനെ ഞാൻ അവനെ കൊണ്ട് പ്രേമിപ്പിക്കും. എന്നിട്ട് ഇവനെ അവിടെ നിന്ന് ഒളിച്ചോടിപ്പിച്ചതുപോലെ ഒളിച്ചോടിപ്പിക്കും. ഇതെൻ്റെ വാശിയാ, അല്ല ഇത് വിഷ്ണുദാസ് എടുക്കുന്ന ശപഥമാ. അല്ലെങ്കിൽ നീ കണ്ടോ, നിങ്ങളും കണ്ടോ എന്നോടോ അവൻ്റെ കളി, പാട്ടി റോയി. പിള്ളേരെ, നിങ്ങളകത്ത് കയറിപ്പോ. ഇങ്ങേരെ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. ഇങ്ങേരിങ്ങനെ പ്രതികാരം വീട്ടി വിട്ട് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം, വാ. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇവിടെ വിഷ്ണുദാസിന് മാത്രം ഒരു മാറ്റം ഉണ്ടായില്ല. എന്ന് പറഞ്ഞ് പുള്ളിക്കാരനാരും പ്രാകാനും ശപിക്കാനും നിൽക്കണ്ട. പാവ, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ എവിടേക്കോ ചെറിയ ചെറിയ ഈഗോ. അതില്ലാത്ത മനുഷ്യരുണ്ടോ? ഇല്ലല്ലോ. അത്ര തന്നെ അങ്ങേർക്കും. അല്ലാതെ മറ്റേ കഥയിലൊക്കെ കണ്ടുപോലെ കൂടുതൽ വില്ലനൊന്നുമല്ല കേട്ടോ. പുള്ളിക്കാരൻ പാവ, നൈസല്ലേ. മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയെങ്കിലും വിഷ്ണുദാസിന് മാത്രം ഒരു മാറ്റവും വന്നില്ല. ബാക്കി എല്ലാവരും ലൈഫ് ഹാപ്പി ആയിട്ടും പല പല മാറ്റങ്ങളും പല പല സന്തോഷങ്ങളായിട്ടൊക്കെ മുമ്പോട്ട് കൊണ്ടേയിരുന്നു. 31 days അങ്ങനെ ഇന്നും ഇവിടെ തീരുക. ഒരു കഥയും നമ്മളെവിടെയും പകുതിക്ക് നിർത്തിയിട്ട് പോകുന്നില്ല. എല്ലാം ഓരോരോ ജീവിതങ്ങളായതുകൊണ്ട് അവരുടെ ലൈഫുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയ കഥയെ കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ബൈ.